ആവശ്യം എന്താണ് പറയാ ഒരിത്തിരിയൊക്കെ ചളി പറയുകയും കാര്യങ്ങൾ പറയുക അല്ലാതെ നിവർന്ന് നിന്ന് മറ്റേ പള്ളി ഇന്റർവ്യൂലല്ല സ്റ്റേജിൽ നമുക്ക് കാണണം. നമ്മൾ പറയുന്ന സാധനങ്ങൾ ചെയ്യുമോന്ന് അറിയണം. എങ്കിൽ എൻ്റെ അടുത്തൊരു വർക്കിൽ നമ്മൾ നന്ദനേനെ എല്ലാവരും നിശബ്ദത പാലിക്കുക. ഇനി ഇവിടെ ആങ്കർമാരായിട്ട് വന്നിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. എന്ന് വെച്ചാൽ കൈരളി ചാനലിലെ ആങ്കറായി വന്നിട്ടുള്ള ആളാണ് നയൻതാര. ആ സമയത്ത് ഞാൻ ജസ്റ്റ് ആയിരുന്നു നയൻതാര റിയലി ആയിരുന്നു നയൻതാര. ഇപ്പോഴുള്ള മലയാള ടെലിവിഷനിലെ ആങ്കർമാരൊക്കെ പേളിമാണി, പിന്നെന്താണ് പറയുക, ഫ്ലവേഴ്സിൽ വന്ന ആങ്കർമാർ, മനോരമയിൽ വന്ന ആങ്കർമാരൊക്കെ നമ്മളുടെ ഷോകൾ എൻ്റെ അല്ല. ഞാൻ ആ സമയത്ത് അല്ല അങ്ങനെ ആവോന്ന് അറിയണം. എങ്കിൽ ഇന്നത്തെ ആങ്കറിങ് ഞാൻ നോക്കട്ടെ. അല്ല നമ്മളൊരു അവസരം കൊടുത്തു നോക്കാണ് ആവോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല പ്രൊഡ്യൂസർ എന്ന് വെച്ചാൽ ചാനലിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അത് ചാനലാണ് പൈസ ഇറക്കുക. അല്ല പക്ഷേ സായി കൃഷ്ണന് പറ്റിപ്പോയൊരു അബദ്ധമുണ്ട്. നമുക്ക് എപ്പോഴും ചളി പറയുന്ന ആങ്കർമാരാണ് ഇവിടെ ഏറ്റവും സക്സസ് ആയിട്ടുള്ളത്. ഇങ്ങോട്ട് വാ. അല്ല നിങ്ങൾ ഓർത്ത് നോക്കുക, അതാരാന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം എന്താണ് പറയുക ഒരിത്തിരിയൊക്കെ ചളി പറയുകയും കാര്യങ്ങൾ പറയുക അല്ലാതെ നിവർന്ന് നിന്ന് മറ്റേ പള്ളിയിൽ അച്ഛൻ സംസാരിക്കുന്ന പോലെ അടുത്തായി ഞാൻ ക്ഷണിക്കുന്നത് അപ്സരേനെയാണ് എന്ന് പറയുന്ന ആൾക്കാരെയൊന്നും വേണ്ട. കുറച്ച് പൊട്ടിയൊക്കെ തിരിച്ച് കുറച്ച് ഇതായി കുറച്ച് എക്സൈറ്റ്മെൻറ്റോട് കൂടി സംസാരിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ്. അങ്ങനെയല്ല. അപ്പൊ ശരി, നമ്മൾ പ്രോഗ്രാം തുടങ്ങാൻ പോവാണ്. രണ്ടുപേരും കൂടി വരാണ്ട് തുടങ്ങും. നോക്കട്ടെ ഞാൻ നന്ദനയുടെ പെർഫോമൻസ് എന്താന്ന്. നന്ദനെ സെലക്ട് ചെയ്ത് ഞാൻ എൻ്റെ അടുത്ത